തൃക്കാക്കര പൂ പോരാഞ്ഞ് തിരുനക്കര പൂ പോരാഞ്ഞ് തിരുമാന്താം കുന്നിറങ്ങിയ തെക്കൻ കാറ്റേ. അങ്ങാടിപ്പുറത്താണ്, ഒരു അക്കാഡമിക് പർപ്പസ് ആയിട്ട് വന്നതാണ്. നമ്മൾ തിരുമാന്താംകുന്ന് പോകുന്നുണ്ട്. പക്ഷെ ക്ഷേത്രത്തെ കുറിച്ചിട്ടുള്ള വിശേഷങ്ങളൊക്കെ നമ്മൾ വേറെ വീഡിയോയിൽ ചെയ്തുകൊണ്ട് ഞാൻ ക്ഷേത്രമൊന്നും കാര്യമായിട്ട് പറയുന്നില്ല. മറ്റു വിശേഷങ്ങളൊക്കെ പറയാം. അതിൻ്റെ അടുത്ത് തന്നെ ഒരു തളിക്ഷേത്രമുണ്ട്, അവിടെ ഇതുവരെ പോയിട്ടില്ല. അപ്പൊ അതിന്റെ ഒരു വിശേഷവും ഈ വീഡിയോയിൽ പങ്കുവെക്കാം. പ്രധാനമായിട്ട് ഈ വീഡിയോ ചെയ്യുന്നത് നമ്മൾ കുബേരന്റെ ക്ഷേത്രവുമായി ബന്ധമുള്ള ചില കാര്യങ്ങളാണ്. അതിനെ ബന്ധപ്പെട്ടിട്ട് കുറച്ച് സംശയങ്ങളൊക്കെ കണ്ടിരുന്നു. നെഗറ്റീവ് കമന്റ്സ് ഉണ്ടായിരുന്നു, പോസിറ്റീവ് കമന്റ്സ് ഉണ്ടായിരുന്നു. ഞാൻ എപ്പോഴും പറയുന്ന പോലെ മാന്യമായ ഭാഷയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അതൃപ്തി രേഖപ്പെടുത്താം. അത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ഒന്നും പ്രശ്നമില്ല. അപ്പോൾ ചില കമന്റുകളുണ്ട്, ചിലർ ഈ കമന്റ് മാത്രം വായിച്ചു നോക്കിയിട്ട് വീഡിയോ കാണുന്നവരുണ്ട്, ചിലവർ 2 മിനിറ്റ് കാണുന്നുണ്ട്. അപ്പൊ അതിൽ നെഗറ്റീവായിട്ട് മോശമായ കമന്റുകളൊക്കെ ചെയ്ത ആൾക്കാർ അവരൊന്നും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അല്ല. അത് ഞാൻ നോക്കി. 1 മിനിറ്റോ 2 മിനിറ്റോ ഒരു വീഡിയോ കാണും, എന്നിട്ട് എന്തെങ്കിലും ഒരു കമന്റ് ഇടും. ഇതാണ് ചെയ്യുന്ന പരിപാടി. അപ്പൊ എന്തുവാടേ ഇത് വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഒരു കമന്റ് ഇട്ടു, തലയില്ലാത്ത വീഡിയോ. അടുത്തത് അതിനൊരു മറുപടി. ഏതാ ഈ ഡാഷ് എന്ന് പറയുന്നത്? വേറൊന്നുമല്ല, ഞാൻ അത് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ പാലിക്കേണ്ടതായ, നമ്മുടെ സാധാരണ ജീവിതത്തിലും പാലിക്കുമ്പോൾ ഇത്ര അൺപാർലമെന്ററി ആയിട്ടുള്ള വേർഡ്സ് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. എന്തായാലും ആ കമന്റുകളൊക്കെ ഞാനല്ല റിമൂവ് ചെയ്ത്, യൂട്യൂബ് തന്നെ റിമൂവ് ചെയ്തു, റിപ്പോർട്ടായി. അപ്പൊ അവർക്ക് സ്ട്രൈക്കൊക്കെ വന്നിട്ടുണ്ടാകും. അപ്പൊ ഇതേപോലെ ഞാൻ അന്നൊരു പിള്ളയുടെ ഇതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തപ്പോഴും വന്നു. ഏകദേശം ഒരു വിഭാഗക്കാരനായിരിക്കും. ഇവര് വീട്ടിലൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും സംസാരിക്കുന്നതെന്ന് എനിക്ക് തോന്നണം. അവനവന്റെ സഹോദരന്മാരോടും അമ്മോടും അച്ഛനോടും ഒക്കെ ഈ ഒരു ഭാഷ തന്നെ ആയിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുക. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ. അതില് എന്താ പറയാ, അയാളുടെ ID നോക്കണ സമയത്ത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, ഡിവൈൻ ചാരിറ്റബിൾ, ഒരു നന്മമരമാണ്, ഗോപാലകൃഷ്ണൻ MS പേര് കാണുന്നുണ്ട്. ഇതൊക്കെ ശരിയാണോ എന്ന് എനിക്കറിയില്ല. അപ്പൊ ഇങ്ങനെ ഒന്നുകിൽ അതിനോട് ബന്ധപ്പെട്ട ആളോ അല്ലെങ്കിൽ അതിന് ജോലി ചെയ്യുന്ന ആളോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. പക്ഷെ ഇങ്ങനത്തെ ആൾക്കാർ ഇപ്പൊ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുണ്ടാവും? അതൃപ്തി രേഖപ്പെടുത്തുന്നതിന് ഒരു കുഴപ്പമില്ല. മാന്യമായ ഭാഷയിൽ എത്ര വേണമെങ്കിലും നിങ്ങൾ അതൃപ്തി രേഖപ്പെടുത്തിക്കോ. ഞാൻ ആ കമന്റുകളൊന്നും ഞാൻ ചെയ്തിട്ടില്ല, മാറ്റിയിട്ടില്ല. അപ്പൊ അത് പറഞ്ഞു വന്നത് ഇത്രേ ഉള്ളൂ. കുബേരന്റെ ക്ഷേത്രത്തെ കുറിച്ചിട്ട് അത് തലയില്ലാത്ത അല്ലെങ്കിൽ വാലുമില്ലാത്ത ഒരു വീഡിയോ ആണ് എന്നൊക്കെ പറഞ്ഞു. അതില് യഥാർത്ഥത്തിൽ ആ വീഡിയോ 14 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ ക്ലിപ്സ് ആയിരുന്നു എടുത്തിരുന്നത്. പക്ഷെ ചില വീഡിയോ ക്ലിപ്പ്, അതായത് അതിന്റെ സ്ക്രീൻ റെസൊല്യൂഷൻ മാറിപ്പോയപ്പോ അത് യോജിക്കാതെ വന്നു. അങ്ങനെയാണ് 8 മിനിറ്റിൽ അത് ഒതുക്കുന്നത്. അപ്പൊ അതിൽ കുറച്ച് കാര്യങ്ങളും കൂടി പറയണമെന്നുണ്ടായിരുന്നു, അത് അതിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല. പിന്നെ ഇങ്ങനെ ഈ തലതിരിച്ചിട്ടുള്ള വീഡിയോകളൊക്കെ അതിൽ ഇതാക്കിയിട്ട് നിങ്ങളെ ബോറടിപ്പിക്കേണ്ട വെച്ചിട്ട് ആ ക്ലിപ്പുകളൊക്കെ മാറ്റിയിട്ടാണ് ഞാൻ അതിട്ടത്. പിന്നെ ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് പോകാൻ യാതൊരു മാർഗമൊന്നുമില്ല, അതൊക്കെ പൂട്ടിയിട്ടിരിക്കുകയാണ്. പിന്നെ അവരൊരു സാഹചര്യത്തിലൂടെ കടന്നു വന്ന് ഇപ്പൊ അതൊക്കെ റിക്കവറി ചെയ്യാണ് ആ ക്ഷേത്രത്തിന്റെ ആൾക്കാരൊക്കെ. അപ്പൊ അവരെ ഞാൻ ബുദ്ധിമുട്ടിക്കേണ്ട വെച്ചിട്ടാണ് അങ്ങോട്ടൊന്നും പോയിട്ട് അധികം സംസാരിക്കാത്തത്. ക്ഷേത്രം തുറക്കുമ്പോൾ അതിനെക്കുറിച്ച് പറയാം. ഇനി അടുത്തതായിട്ട് ഞാൻ പറയുന്നത്, അതായത് ചിലർക്ക് അത് നെഗറ്റീവായിട്ട് തോന്നും, എങ്കിലും പറയാം. അതായത് കുബേര ക്ഷേത്രം എന്ന് പറയുന്നത്, ഞാൻ അതിൽ പറയാൻ ഉദ്ദേശിച്ചുള്ള കാര്യങ്ങളാണ് ഞാൻ ഇതിൽ പറയുന്നത്. ക്ഷേത്രം തുടങ്ങുന്നതിന്റെ മുമ്പ് മറ്റു ചില കാര്യങ്ങളുണ്ട്. അതായത് ഒരു പഴയ കാലത്ത് ഈ വിഗ്രഹാരാധനയൊക്കെ വരുമ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ ഒരു സ്ഥലത്ത് അവരൊരു മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കല്ലുകൾ ഉപയോഗിച്ചിരുന്നത് അത്രേ. ഇതിൽ കുറെ എന്റെ കണ്ടെത്തലുകൾ കുറെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ആദ്യകാലങ്ങളിൽ ഒരു സ്ഥലത്ത് ആരാധിക്കുന്നു, അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തെ ഒരു എന്താ പറയാ, മരത്തിനൊക്കെ ആരാധിച്ചിരിക്കുന്നു. അപ്പൊ ഗ്രീക്ക് സംസ്കാരവും ഹൈന്ദവ സംസ്കാരവുമായിട്ട് കുറെ ബന്ധങ്ങളുണ്ട്. പ്രകൃതിയുമായി അല്ലെങ്കിൽ വളരെയധികം ഇടപഴകിയിട്ടുള്ള ഒരു സംസ്കാരമാണ് ഹൈന്ദവ സംസ്കാരം. അപ്പൊ ഈ ഗ്രീക്ക് സംസ്കാരത്തിൽ നോക്കിയാൽ അവിടെയും കല്ലുകളെ ആരാധിച്ചിരുന്നു. പ്രകൃതിയിലുള്ള എല്ലാ, അതായത് സൂര്യഭഗവാനായാലും, അല്ലെങ്കിൽ സൂര്യഭഗവാൻ എന്ന് പറയുന്നത് ഹിന്ദു ഇതിൽ ഉപയോഗിക്കുന്നു, സൂര്യനാണെങ്കിലും ചന്ദ്രനാണെങ്കിലും ഭൂമിയാണെങ്കിലും, അതുപോലെ തന്നെ എല്ലാത്തിനും, വായുവിനും വെള്ളത്തിനും ജലത്തിനും അതുപോലെ മഴയ്ക്കും ഒക്കെ ദേവന്മാരെ അവര് ഗ്രീക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ്
ഈ ഹൈന്ദവ സംസ്കാരത്തിൽ. അപ്പോൾ ആദ്യ ഘട്ടങ്ങളിൽ ഈ ചെറിയ കല്ലുകൾ വെച്ച് അതിനെ ആരാധിച്ചിരുന്നു. പിന്നീട് കല്ലുകൾക്ക് രൂപം വരാൻ തുടങ്ങി. പിന്നീട് അതൊരു സിലിണ്ടറിക്കൽ ഷേപ്പിൽ ആയിരിക്കും ആദ്യം ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അവരെയാണ് പിന്നീട് അതിന് ശേഷമാണ് മറ്റ് വിഭാഗം അതിൽ കൊത്തി ചെറിയ ചെറിയ രൂപങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയതും ആ രൂപങ്ങൾ പിന്നീട് ചിത്രങ്ങളായിട്ട് വരയ്ക്കാൻ തുടങ്ങിയതൊക്കെ പിന്നീടായിരിക്കാം. അപ്പൊ ആദ്യം ഈ സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള ആരാധിക്കുന്ന ആൾക്കാരായിരിക്കാം ശൈവൈറ്റ്, അതായത് എന്ന് ഞാൻ കരുതുന്നു. ശൈവ മതത്തിന്റെ ആൾക്കാരായിരിക്കാം ആദ്യം വന്നത്. അതിനുശേഷമാണ് വൈഷ്ണവ ഈ രൂപമൊക്കെ വരയ്ക്കാൻ തുടങ്ങിയ മുൾക്കായിരിക്കാം വൈഷ്ണവ ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടാവുക. അപ്പോ ഈ സംസ്കാരം, അതായത് ശൈവൈറ്റും വൈഷ്ണവൈറ്റും വരുമ്പോൾ തന്നെ നമുക്ക് അതിൽ മനസ്സിലാക്കാം. ഈ ശൈവൈറ്റിന്റെ ഗ്രൂപ്പ് അവര് നോൺ വെജിറ്റേറിയൻ ആണ്. വൈഷ്ണവര് വരെ പറയുന്ന സമയത്ത് അവര് വെജിറ്റേറിയനിസത്തിലേക്ക് വന്നു. അപ്പൊ ആദ്യം ഉണ്ടായത് ഒരു പക്ഷേ ശൈവരായിരിക്കാം. പിന്നെ ഇതില് ഒരു മിക്സഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മഹാഭാരതം, അതുപോലെ തന്നെ രാമായണം, ഇതുപോലെ തന്നെ ഇലിയാഡ്, മറ്റേ ഇവിടെ നമ്മളെ ഗ്രീക്കിലെ ഇതിഹാസങ്ങളിലും ഇതേപോലെ തന്നെയാണ്. ഒരു നായകൻ എന്ന് പറയുമ്പോൾ സദ്ഗുണ സമ്പന്നനായിരിക്കും, കാണാൻ സൗന്ദര്യമുള്ളവനായിരിക്കും, പാവങ്ങളോട് ദയവുള്ളവനായിരിക്കും, വീരശൂര പരാക്രമിയായിരിക്കും. വില്ലനാണെങ്കിൽ നല്ലോണം വളരെ വികൃത രൂപിയും ആജാന ബാഹുവും ആര് കണ്ടാലും പേടിച്ചു പറയ്ക്കുന്നതും എല്ലാ തരത്തിലുള്ള നിഷ്ഠൂര കാര്യങ്ങളും ചെയ്യുന്ന വെറുക്കപ്പെടുന്നവനായിരിക്കും, നമ്മുടെ സിനിമയിലൊക്കെ കാണുന്ന പോലെ തന്നെ. അതാണ് രാമനും രാവണനെയും ഇവിടെ കാണിക്കുന്നത്. അതേപോലെ തന്നെയാണ് മറ്റ് ഇതിഹാസ കാവ്യങ്ങളിലെ, അതായത് ഗ്രീക്കിലൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ അതിൽ തന്നെ ദൈവങ്ങളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് കൂടാറുണ്ട്. ഈ വഴക്ക് കൂടുന്നതിന്, അതായത് ദേവികമാരെ പരസ്പരം അങ്ങോട്ട് പ്രേമിക്കുന്നതും കല്യാണം കഴിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹൈന്ദവ സംസ്കാരത്തിലുണ്ട്. അപ്പൊ ഈ ശൈവൈറ്റും വൈഷ്ണവരായിട്ടും കഴിഞ്ഞ് പിന്നീടാണ് ഈ ഹിന്ദു മതം ഉണ്ടാകുന്നത്. അപ്പൊ ഇവരെല്ലാം യോജിപ്പിച്ചു കൊണ്ടുവന്നതാണ് ഹിന്ദു മതത്തിൽ ഉള്ള സംസ്കാരം. അപ്പൊ നമ്മൾ ഏത് ജീവജാലങ്ങളെ നോക്കിയാലും എവിടെ പോയി ഇതാക്കിയാലും അതിനൊക്കെ നമുക്ക് ആവശ്യമുള്ളതാണ് മനുഷ്യന്. അതുകൊണ്ടാണ് മൃഗങ്ങളായാലും എല്ലാ മൃഗങ്ങളെ പോലും ദൈവമായിട്ട് ആരാധിക്കുന്നത്. അപ്പോ ഈ രൂപങ്ങൾ വന്നത് എങ്ങനെയാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. അതുപോലെ തന്നെ ഈ സസ്യലതാദികള് ഇങ്ങനെയുള്ളതൊക്കെ മനുഷ്യന് ആവശ്യമുള്ളത് കൊണ്ടാണ് 27 നാളുകൾക്ക് 27 പ്രധാനപ്പെട്ട ഈ മരങ്ങളെ ആ നാളുകാർക്ക് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നത്. അന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആവശ്യമാണ്. അതായത് ഒരു കാലത്ത് ഡീഫോറസ്റ്റേഷനൊക്കെ വന്നിട്ട് പല ഭാഗങ്ങളിലും വരണ്ടുപോയ സ്ഥലങ്ങൾ ഇപ്പോഴും ഉണ്ട്. അപ്പൊ ഏകദേശം സയൻസുമായിട്ട് കുറച്ച് കണക്ഷൻ ഉണ്ട് ഇതിനൊക്കെ. അതുപോലെ തന്നെ ഡാർവിന്റെ പരിണാമ സിദ്ധത്തിൽ 10 ദശാവതാരങ്ങളിൽ 10 എണ്ണം പറയുന്നത് ദശാവതാരമായിട്ട് വളരെയധികം സാമ്യമുണ്ട്. ഇങ്ങനെയാണ് ഹിന്ദു സംസ്കാരത്തിന്റെ ഇതിൽ വരുന്നത്. ഞാൻ വല്ലാതെ നീട്ടിയിട്ടൊന്നും പറയുന്നില്ല. ഒരു പക്ഷേ ഈ വീഡിയോ നീണ്ടുപോവുകയാണെങ്കിൽ ഞാൻ 2 ഭാഗമായിട്ടാണ് ഇതിലിടുന്നത്. ഈ കുബേരന്റെ കാര്യത്തിലുള്ള അതിനെക്കുറിച്ചിട്ടുള്ള ഒരു സംശയം നിവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ തുടക്കത്തിൽ ഇങ്ങനെ പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ മനുഷ്യര് ഇങ്ങനെ കൂടുതൽ ബുദ്ധി വരാൻ തുടങ്ങിയ സമയത്ത് അതിന് കുറെ വേദങ്ങളും മറ്റ് ആചാര രീതികളും പൂജാവിധികളും ഒക്കെ അല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടാക്കിയെടുത്ത് ഈ ചില സ്ഥലങ്ങളിൽ നമ്മൾ പോയിട്ട് ആരാധിക്കുന്ന സമയത്ത് അവിടെ കുറെ ഭക്തർ ചെല്ലുമ്പോൾ, അതായത് നമ്മുടെ ദുഃഖങ്ങളൊക്കെ അവിടെ കൊടുക്കുന്നു. എന്നിട്ട് അവിടെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകുന്നു. അതായത് അവിടെ ഉണ്ടാകുന്ന വിളക്കിന്റെ അല്ലെങ്കിൽ ആ കത്തുന്ന വിളക്കിന്റെ മണവും സുഗന്ധദ്രവ്യങ്ങളും അതുപോലെ ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷവും അവിടെയുള്ള ഈ മന്ത്രങ്ങളുടെയും മറ്റുള്ള ശബ്ദങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് നമ്മുടെ സങ്കടങ്ങളൊക്കെ അവിടെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് നമ്മളെ രക്ഷിക്കാൻ ഒരാളുണ്ട് എന്നുള്ളൊരു തോന്നലിലാണ് ഈ ആരാധനാലയങ്ങളൊക്കെ ഉള്ളത്. അതുപോലെ തന്നെയാണ് ഈ ക്ഷേത്രം. അവിടെ ഒരു കല്ല് എന്ന് പറയുന്നത്, ആ കല്ലെന്ന് പറയുന്നതിന് ഒരു പൂജാവിധികൾ പ്രകാരം അതൊക്കെ യഥാവിധി കർമ്മങ്ങളൊക്കെ നടത്തി മുന്നോട്ട് പോകുമ്പോൾ അതിന് ശക്തി വന്നു എന്നുള്ളതാണ്. ഒരു എനർജി നമുക്കുണ്ടാവും. ഈ എനർജിയാണ് മനുഷ്യനെ പിന്നീട് നയിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യമുണ്ട്, ഭയമാണ്. ഭയം മനുഷ്യന് ഉണ്ടായിക്കഴിഞ്ഞാൽ അന്ധവിശ്വാസങ്ങൾ ഉണ്ടാവും. അപ്പോൾ ആ ഭയമില്ലാത്ത ഒരു മനുഷ്യനെ അന്ധവിശ്വാസങ്ങളെ മറികടക്കാൻ കഴിയും. അപ്പൊ ചില കാര്യങ്ങൾ ഇതിങ്ങനെ ചെയ്തില്ലെങ്കിൽ നിനക്ക് ഇങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ചിലത് ഉണ്ടാക്കുന്നത് അന്ധവിശ്വാസങ്ങളാണ്. അതേപോലെ തന്നെ ഞാൻ ക്ലാസ്സുകളിലൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതലായിട്ട് പറയായിരുന്നു, പക്ഷെ ഇത് വീഡിയോന്റെ ടൈം ലിമിറ്റ് ഉള്ളതുകൊണ്ട് കൂടുതലായിട്ട് പറയുന്നില്ല. അങ്ങനെ ഓരോരുത്തരും മനുഷ്യൻ പിന്നീട്
അവന് ഇഷ്ടമുള്ള അല്ലെങ്കിൽ അവന് പെട്ടെന്നൊരു വിശ്വാസം വരികയാണ് ചില കാര്യങ്ങളിൽ അവനെ രക്ഷിക്കുന്നു എന്ന് തോന്നുമ്പോൾ അവൻ അതിനൊക്കെ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. ഇപ്പൊ നോർത്ത് ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു ബുള്ളറ്റ് വിറ്റ ബുള്ളറ്റ് 100-300 കിലോമീറ്റർ അകലെ നിന്ന് അത് രാവിലെ വന്ന് നോക്കുന്ന സമയത്ത് വീണ്ടും ആ ബുള്ളറ്റ് അവിടെ വന്നു എന്നുള്ളതാണ്. അപ്പൊ ഉടനെ ഇതിനെന്തോ ശക്തിയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ അന്ധമായി വിശ്വസിച്ചുകൊണ്ട് അവരോട് ക്ഷേത്രം നിർമ്മിച്ചു. അവിടെ കൊടുക്കുന്ന പ്രസാദങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞെട്ടും. കാരണം ഒക്കെ ഈ ചാരായവും ബ്രാൻഡി കുപ്പികളും ഒക്കെ കൊണ്ടുവന്ന് അതിനെ ആരാധിക്കുന്നു, ചങ്ങലയൊക്കെ ഇട്ട് പൂട്ടിയിരിക്കുകയാണ്. അതേപോലെ തന്നെ എലികൾ, ആയിരക്കണക്കിന് എലികളുള്ള ഒരു ക്ഷേത്രമുണ്ട് അവിടെ. ഓരോരുത്തരും ഓരോ രീതിയിൽ ആരാധിക്കുന്നു. അതേപോലെ തന്നെ ആരാധന മൂത്ത് തമിഴ്നാട്ടിലെ ഒരു സിനിമാ നടി ഖുഷ്ബുവിന്റെ പേരിൽ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു അത്രേ. ഇപ്പോഴും ഉണ്ടെന്നാണ് തോന്നുന്നത്. അതുപോലെ തന്നെ ചന്ദന കൊള്ളക്കാരൻ, എന്താ പറയാ, കാട്ടു കള്ളൻ എന്നൊക്കെ പറയുന്ന വീരപ്പന് ക്ഷേത്രം ഉണ്ടായിരുന്നു, ആരാധിക്കാൻ തുടങ്ങി. അപ്പൊ മനുഷ്യൻ, പിന്നെ ചിലവര് ആൾദൈവങ്ങളായിട്ട് സ്വയം ഞാൻ ദൈവമാണ് എന്ന് പറയുന്നതും ദൈവത്തിന്റെ പുരുഷനാണ് എന്ന് പറഞ്ഞുകൊണ്ടുമൊക്കെ ഈ ഇത് ചെയ്യാൻ തുടങ്ങി. അതായത് ആരാധനാലയങ്ങൾ അല്ലെങ്കിൽ ക്ഷേത്രങ്ങൾ ചിലവര് പരമാവധി മിസ്യൂസ് ചെയ്ത് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി കുബേരന്റെ അവസ്ഥയിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ ക്ഷേത്രങ്ങളിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അസുരന്മാരെ ദേവന്മാര്, എന്തായാലും അസുരന്മാര് എന്ന് പറയുന്നത് അവർ ഭക്ഷിക്കുന്നത് മാംസമാണ്. അതുപോലെ തന്നെ മധു അല്ലെങ്കിൽ മറ്റുള്ള വിലക്കപ്പെട്ടതൊക്കെ അവർ ഉപയോഗിക്കും. അവരുടെ രൂപങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എല്ലാവരും കൊന്നൊടുക്കുന്ന സമയത്ത് വൈശ്രവണൻ രക്ഷപ്പെടുന്നുണ്ട്. വിഭീഷണാണ് പിന്നെ അവസാനിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ. ഇതൊക്കെ കഥാപാത്രങ്ങളാണ്. രാമായണം മഹാഭാരതത്തിലൊക്കെ ഓരോ കഥാപാത്രങ്ങളാണ് ഇവരൊക്കെ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതായത് മനുഷ്യൻ ആരാധിക്കുന്ന സമയത്ത് അതില് സരസ്വതി ദേവി, ലക്ഷ്മി ദേവി എന്നൊക്കെ പറയും. അത് ശരിക്കും പറഞ്ഞാൽ ഐശ്വര്യത്തിന്റെയും സമ്പത്തിന്റെയും ദേവത എന്ന് പറയുന്നത് സരസ്വതിയാണ്, വിദ്യയുടെ ഒക്കെ ദേവി. അതുകൊണ്ടാണ് സരസ്വതി അല്ലെങ്കിൽ ലക്ഷ്മി ദേവിയുടെ കയ്യിൽ ഈ കൈ നിർത്തിയിരിക്കുമ്പോൾ അതിന്നിങ്ങനെ നാണയങ്ങൾ വീഴുന്നത് പോലെ കാണും. അതാണ് സരസ്വതിയാണ് യഥാർത്ഥത്തിൽ സമ്പത്തിന്റെ അല്ലെങ്കിൽ ഐശ്വര്യത്തിന്റെ ദേവി എന്ന് പറയുന്നത്. അതുപോലെ വിദ്യ, ഇങ്ങനെയുള്ളതിനൊക്കെ. കുബേരനെ കുറിച്ച് കാര്യമായിട്ട് ഒരു ഇതിലും പറയുന്നില്ല. പിന്നെ നോർത്ത് ഇന്ത്യയിൽ ഈ കുബേരനെ വെച്ചിട്ടുണ്ട് പല ഭാഗത്തും. അതായത് അവിടെയൊക്കെ ഈ സരസ്വതി ക്ഷേത്രം ഉണ്ടാവും. സരസ്വതിയുടെ തൊട്ടപ്പുറത്ത് ഒരു കുബേരനെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു കുടവയറുള്ള, അതായത് മടിയിൽ ഒരു പണസഞ്ചിയുള്ള ഒരു രൂപം. ആ രൂപം എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മറ്റു രൂപങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിച്ചാൽ അതുപോലെ തന്നെയാണ് ഉണ്ടായത്. അങ്ങനെയാണ് അത് ആരാധിക്കുന്നത്. പിന്നെ അവിടുന്ന് കടന്ന്, അതായത് ഈ കുബേരന് മാത്രമായിട്ട് ക്ഷേത്രം കേരളത്തിൽ ഇല്ലാതിരിക്കാനുള്ള കാരണങ്ങളാണ് ഇപ്പൊ ഞാൻ ഈ പറയുന്നത്. ഈ കുബേരന് ഏത് പൂജ നടത്തുന്ന വിധികൾ അല്ലെങ്കിൽ ഏത് രീതിയിലാണ് നടത്തുന്നത്, സരസ്വതിയുടെ രീതിയിൽ അല്ലെങ്കിൽ ദേവിക്ക് കൊടുക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ അത് വേറെയാണ്, കുബേരന് വേറെയാണ്. അപ്പൊ ഇവര് പൂജ നടത്തുന്ന സമയത്ത് ആരെയാണ് അവിടെ പൂജിക്കുന്നത്? ഞാൻ ജസ്റ്റ് ഒരു ഇത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് വിശ്വാസം പലരും പല രീതിയിൽ വിശ്വസിച്ച് കണ്ടു. അതുപോലെ ഈ ശില്പിയുടെ ബിരുദാണ്, കൈവിരുദാണ് എന്താ പറയാ, വിഗ്രഹത്തിന് ഭംഗി കൂട്ടുന്നതും ആകർഷണം കൂട്ടുന്നതും ഒക്കെ ശില്പിയുടെ ഭംഗിയാണ്. പക്ഷെ മനുഷ്യന്റെ ആ പ്രാർത്ഥന, അവന്റെ എല്ലാ ദുഃഖങ്ങളും അവിടെ കൊടുക്കുന്ന സമയത്ത് അതിന് നിരന്തരമായിട്ട് ഒരു ക്ഷേത്രമായി മാറുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും അവിടെ എനർജി കൂടും, അവിടെ ശക്തി ഉണ്ടാകും. അപ്പോ എത്ര കണ്ട് പഴക്കമുള്ള ഒരു ക്ഷേത്രം അത്രയും ശക്തി അവിടെ കൂടുമെന്നുള്ളതാണ് വിശ്വാസം. അതിൽ ചില സത്യങ്ങളും ചിലവർക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാവും. അത് മനുഷ്യന്റെ ബോഡിയായിട്ട് ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്, സൈക്കോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെ പുതിയ പുതിയ ഒരു ഇത്, അപ്പൊ മനുഷ്യനെ ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിൽ തന്നിട്ടുണ്ട്. ഏത് മതത്തിൽ വേണമെങ്കിലും, ഏത് ദൈവത്തിൽ വേണമെങ്കിലും, ഏത് ആരാധനക്രമങ്ങൾ വേണമെങ്കിലും അവർക്ക് പാലിക്കാം. സ്വന്തം വീട്ടിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകരുതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ആർക്ക് വേണമെങ്കിലും വീട്ടില് ക്ഷേത്രങ്ങളൊക്കെ വെക്കാം. അപ്പൊ അതിലൊരു കമന്റ് ഞാൻ കണ്ടിരുന്നു, ഇവരുടെ ഫീസ് വളരെ കൂടുതലാണ് പൂജയ്ക്കൊക്കെ വാങ്ങിക്കുന്നത്, ഉണ്ടാക്കുന്നത്. അതൊരു പ്രൈവറ്റ് ക്ഷേത്രമാണ്, അവർക്ക് എത്ര വേണമെങ്കിലും വാങ്ങിക്കാം, വേണ്ടവർക്ക് പോകാം, വേണ്ടാത്തവർക്ക് പോകണ്ട. ഇനിയിപ്പോ ജനുവരി 4-ന് ഒരു ശനി യാഗം നടക്കുന്നുണ്ട് ചെർപ്പളശ്ശേരി അയ്യപ്പൻകാവിൽ. ഞാൻ പോകുന്നുണ്ട് അവിടെ. എന്താണ് ഈ ചെർപ്പശ്ശേരി അയ്യപ്പൻകാവിനെ കുറിച്ച് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ക്ഷേത്രത്തിലെ ഉള്ളിലെ ശ്രീകോവിലിന്റെ ഒക്കെ ചെമ്പ് പാളികളാൽ അതൊക്കെ കംപ്ലീറ്റ് പൊതിഞ്ഞിരിക്കുന്നത് ഈ കുബേരക്ഷേത്രം നിർമ്മിച്ച ഡോക്ടർ KT ജയകൃഷ്ണനാണ്. അപ്പോൾ അദ്ദേഹത്തെ അവിടെയൊക്കെ ചെയ്യുന്നത്, അപ്പൊ അവർക്ക് പണത്തിന് അത്ര അത്യാവശ്യമൊന്നുമില്ല, പണത്തിന് വേണ്ടിയാണ് ആ ക്ഷേത്രം നടത്തുന്നതെന്ന് പറയുമ്പോൾ എനിക്ക് അത്ര യോജിപ്പില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഓരോരുത്തർക്ക് ചിലവർ വീട്ടിലൊക്കെ ഈ കുബേരന്റെ
ചെറിയ ചെറിയ രൂപങ്ങളൊക്കെ കൊണ്ടുപോയി വീട്ടിൽ വെക്കാറുണ്ട്. ചില ആൾക്കാരൊക്കെ ഐശ്വര്യം ഉണ്ടാകുമെന്ന് കഴിയും. നമ്മൾ ശംഖൊക്കെ കൊണ്ടുവയ്ക്കുന്നത് വലംപിരി ശംഖ് മറ്റൊന്ന് മറിച്ചെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവയ്ക്കാറില്ലേ? അതുപോലെ ഓരോരുത്തരുടെ ഓരോ വിശ്വാസങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ ഭക്തിയിൽ യുക്തി തെരഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ കുറച്ചെങ്കിലും ലോജിക്കൊക്കെ നമുക്ക് ഈ ചില കാര്യങ്ങളിലൊക്കെ അപ്ലൈ ചെയ്യാം. അപ്പൊ ആ ഒരു ക്ഷേത്രത്തിന്റെ ഉള്ളിൽ ഞാൻ കണ്ടിട്ടില്ല. അവിടെ സരസ്വതി വെച്ചിട്ടുണ്ടോ എന്നും എനിക്കറിയില്ല. ചിലപ്പോൾ ഉണ്ടാകാം. പിന്നെ നോർത്ത് ഇന്ത്യയിൽ വേറെ എവിടെയെങ്കിലും കുബേരന് മാത്രമേ ക്ഷേത്രം ഉണ്ടോ എന്ന് എനിക്ക് എന്റെ പരിമിതമായ അറിവിൽ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഇനി ഉണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തുക. ഇത്രയും ഞാൻ അതിനെ കുറിച്ചിട്ട് ഇതിനുള്ള. അപ്പൊ അത് ഈ പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം താലൂക്കില് ചളവറ, അതായത് ചെർപ്പളശ്ശേരിക്കും അതുപോലെ തന്നെ ഒറ്റപ്പാലത്തിനും ഇടയ്ക്കുള്ള ഒരു റോഡുണ്ട്. അവിടുന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ ഈ ചളവറ എന്ന് പറയുന്നത് ഏകദേശം ഒരു 4 കിലോമീറ്റർ വന്നാൽ ഈ ക്ഷേത്രത്തിലേക്ക് അവിടെ എത്താം. പിന്നെ നമ്മൾ നിരന്തരമായിട്ടുള്ള ക്ഷേത്രത്തിൽ കാലങ്ങളായിട്ട് നമ്മൾ സങ്കല്പിക്കുന്ന പൂജ നടത്തുന്ന ഒരുപാട് ഹൈന്ദവമായിട്ടുള്ള അല്ലെങ്കിൽ ദേവതമാരും ദേവിമാരും ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾക്ക് അതിൻ്റെതായ പൂജാവിധികളും കർമ്മങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് അദ്ദേഹം നിർമ്മിച്ചത്, ഇതിന്റെ ഓരോരുത്തർക്കും ഓരോ ഉദ്ദേശങ്ങൾ ഉണ്ടാവാം, മറ്റു കാര്യങ്ങൾ ഉണ്ടാവാം. അപ്പൊ അത് ഓരോരുത്തരുടെ തീരുമാനങ്ങൾക്ക് ഓരോ ഇതനുസരിച്ചിട്ട് നമ്മൾ എടുക്കുക, പോണോ പോണ്ടേ മറ്റുള്ള കാര്യങ്ങൾ. ഇതാണ് കുബേരനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോയിൽ. അപ്പൊ അന്ന് പറയാൻ ഉദ്ദേശിച്ചിരുന്ന കാര്യങ്ങളൊക്കെ ഇതായിരുന്നു. അതാണ് ഇതിന്റെ വാലില്ല ഇതില്ല എന്നൊക്കെ പറഞ്ഞല്ലോ. പിന്നെ വേറെയും കുറെ കാര്യങ്ങളുണ്ട് ഇതിനെ കുറിച്ച് പറയുമ്പോൾ. അപ്പൊ കൂടുതലായിട്ട് ഞാൻ പറഞ്ഞ് നിങ്ങളെ വീഡിയോ ഞാൻ നീട്ടുന്നില്ല. ഇപ്പൊ തന്നെ വീഡിയോ അത്യാവശ്യം നീണ്ടിട്ടുണ്ട്. അത് നെക്സ്റ്റ് വീഡിയോയിൽ അങ്ങാടിപ്പുറത്തെ വിശേഷങ്ങൾ പറയാം. അത് തിരുമാന്താംകുന്നിന്റെ ക്ഷേത്രത്തിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ഞാൻ വേറെ ചെയ്തുകൊണ്ട് അതിന് പറയുന്നില്ല. അതിന്റെ അപ്പുറത്തൊരു താളി ക്ഷേത്രമുണ്ട്. അതിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഇന്നത്തെ വീഡിയോ ചില ആളുകൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അവർ ദയവായി ക്ഷമിക്കുക. നന്ദി.